പിറന്നു ഗോശാലയിൽ. ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയതാ. ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയതാ. ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥൻ യേശുവേ ഞാനീ ധരയിൽ. ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥൻ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ജോയ്സ് ആൻറ്റി, അതുപോലെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത ആ കുടുംബം, എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാനും തമ്പുരാൻ്റെ വചനത്തെ ധ്യാനിപ്പാനും കർത്താവ് തന്ന നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ ദൈവവചനത്തിൻ്റെ ഒരു പഠനം എന്നവണ്ണം തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ഒരല്പം സ്പീഡായിപ്പോയി എന്ന് എനിക്ക് തോന്നി. കാരണം ചില സഭകളിൽ എന്നെ 2 ദിവസത്തേക്ക് വിളിക്കും. അവരുടെ ഉപവാസ പ്രാർത്ഥനകൾക്കായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഇതേ സബ്ജക്റ്റ് തന്നെ ആണ് ഞാൻ അവിടെ ശുശ്രൂഷിക്കുന്നത്. അവരെവിടെയും കേട്ടിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്കും കൂടി പ്രയോജനപ്പെടുന്ന നിലയിൽ അതൊരു ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ തലങ്ങളിലേക്ക് കയറിപ്പോകും. ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില സമയത്ത് ഇച്ചിരി സ്പീഡായി പോകും. ഞാൻ മാക്സിമം ക്ലാസ് പോലെ തന്നെ അത് അറേഞ്ച് ചെയ്യാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയും എൻ്റെ 1-2 സുഹൃത്തുക്കൾ കയറുവാനിടയായി. UK നിന്നൊക്കെ അവർ ഇതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കർത്താവ് എല്ലാം നന്നായി ചെയ്യട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ആഴ്ച വായിച്ച അതേ വചനം തന്നെ വായിച്ചു തുടങ്ങാം. കൊലോസ്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ആമേൻ, സ്തോത്രം. ധന്യനായ പൗലോസ് ശ്ലീഹയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു റെവലേഷൻ ആണ് ആ വചനത്തിനകത്ത് കാണുന്നത്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. ഇതാണ് അതിൻ്റെ 1-ാമത്തെ ഭാഗം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇതാണ് 2-ാമത്തെ പോർഷൻ. ഇങ്ങനെ 2 പോർഷനായിട്ട് തിരിച്ചാണ് ആ വചനത്തെ നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ആദ്യ പോർഷനിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നീതീകരണം എന്ന വിഷയത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരാനിടയായി. അതിനെ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നും ആ വചനത്തിൽ തുടങ്ങാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇതേ വചനത്തെ വെച്ചുകൊണ്ട് അതിക്രമങ്ങളൊക്കെയും, അല്ലേ, അപ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് വീണ്ടെടുത്തു. അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത്. അപ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു. അങ്ങനെ മരിച്ച നമ്മെ കർത്താവ് വീണ്ടെടുത്തു. എങ്ങനെ വീണ്ടെടുത്തു? തൻ്റെ ക്രൂശിലെ മരണത്താൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് പകരമായി ക്രിസ്തു മരിച്ചതിലൂടെ നമ്മെ ആ മരണം മുഖാന്തരം വീണ്ടെടുത്തു. എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സർവശക്തനായ സർവവല്ലഭനായ രോഗികളെ സൗഖ്യമാക്കുന്ന, അതുവരെ വിടുതലിന് ശുശ്രൂഷ ചെയ്ത, മരിച്ചവരെ ഉയർപ്പിച്ച ഒരു കർത്താവിനെ അല്ല. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് ക്രൂശിൽ നിലവിളിക്കുന്ന, കഷ്ടം സഹിക്കുന്ന, അർദ്ധനഗ്നനായി കിടക്കുന്ന, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട ഒരു ശരീരം, തകർക്കപ്പെട്ട ശരീരം, നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ശരീരം, ഇങ്ങനെ കർത്താവെ നമുക്ക് വളരെ വ്യത്യസ്തനായി അവിടെ കാണാൻ കഴിയുന്നു.
ഈ ഒരൊറ്റ സംഭവം, ക്രൂശിലെ സംഭവം നമുക്ക് വേണ്ടി ചെയ്തു തരിക എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തോടെയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതും. കാരണം നഷ്ടപ്പെട്ടു പോയ നമ്മളെ വീണ്ടെടുക്കുക, ദൈവത്തിങ്കലേക്ക് വീണ്ടെടുത്ത് കൊണ്ടുവരിക. ദൈവത്തിങ്കൽ നിന്നാണ് നഷ്ടപ്പെട്ടത്, അതേ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരിക. അതിന് പാപ പരിഹാര ബലി, പ്രായശ്ചിത്തം, വീണ്ടെടുപ്പ് വില വളരെ ആവശ്യമായിരുന്നു. കാരണം ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നിന്ന് കോംപ്രമൈസ് ഇല്ല. ദൈവം വീണ്ടെടുപ്പിന്റെ വില കൊടുത്താലേ വീണ്ടെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിന് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ വീണ്ടെടുക്കാൻ പ്രായശ്ചിത്ത ബലിയായി ദൈവം തന്നെ നമുക്കൊരു പ്രതിവിധിയായി മാറി. അത് ഏറ്റവും ശ്രേഷ്ഠവും നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഉറപ്പുമാണ്. കാരണം ഒരു മനുഷ്യനാണ് ഇത് ചെയ്തതെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിന് ഉറപ്പില്ല. പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടപ്പോഴാണ് നമ്മുടെ പാപത്തിന് പരിഹാരം വന്നത്. അപ്പോൾ എനിക്ക് കഴിയാത്തത്, എനിക്ക് സ്വയം കഴിയാത്തത്, എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ എൻ്റെ കർമ്മങ്ങൾ കൊണ്ടോ എൻ്റെ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ എനിക്ക് കഴിയാത്തതിനെ ദൈവം ഈ ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി ചെയ്തു എന്നെ വീണ്ടെടുത്തു. അതായത് ക്രൂശിൽ എൻ്റെ പാപത്തെ കർത്താവ് ഏറ്റെടുത്തു. എന്നിട്ട് കർത്താവിൻ്റെ നീതിയെ എനിക്ക് തന്നു. എൻ്റെ അശുദ്ധിയെ കർത്താവ് ഏറ്റെടുത്തു. കർത്താവിൻ്റെ വിശുദ്ധിയെ എനിക്ക് തന്നു. കണ്ടോ, എൻ്റെ ദാസത്വം അവിടെ ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ പുത്രത്വം എനിക്ക് നൽകി തന്നു. ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് നടന്നു കാൽവരി ക്രൂശിൽ. നമുക്കാകെ നമ്മളാ ഏറ്റവും മെയിനായിട്ട് ചിന്തിക്കുന്നത് എന്നാ, ക്രൂശിൽ അടിപ്പിടരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എപ്പോഴും എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുക. അതിനേക്കാൾ എത്രയോ 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 ആഴമേറിയ കാര്യമാണ് കർത്താവിൻ്റെ ജീവനെ എനിക്ക് തന്നു. എൻ്റെ മരണത്തെ, നിത്യമായ മരണത്തെ ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ ജീവനെ എനിക്ക് നൽകി തന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. എൻ്റെ അനീതിയെ ഏറ്റെടുത്തിട്ട് തമ്പുരാന്റെ നീതിയെ എനിക്ക് തന്നു. എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അപ്പോൾ നീതീകരണം എന്നൊരു വിഷയം നമുക്കറിയാം. പരിശുദ്ധനായ ദൈവം, സർവശക്തനായ ദൈവം, സകല അധികാരവും നിറഞ്ഞ ദൈവം, സ്വർഗത്തിൽ വസിക്കുന്ന അതിപരിശുദ്ധനായ ദൈവം, ആ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ്. അപ്പോൾ വിശുദ്ധിയിൽ തികഞ്ഞവൻ, പരിശുദ്ധിയിൽ തികഞ്ഞവൻ, ആ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. നമ്മൾ പോകുന്ന കർത്താവിൻ്റെ അടുക്കലേ. ഇവിടെ കയറി വരുവിൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് നാം എത്തിപ്പെടേണ്ടത്. ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ വിശുദ്ധന്മാരാകണം, നീതിമാന്മാരാകണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം മറ്റൊരു കോംപ്രമൈസിങ് ലെവൽ ചിന്തിക്കാതെ ദൈവം തന്നെ ഇറങ്ങി വന്നത് നമ്മെ രക്ഷിക്കാൻ. ദൈവത്തിന് വേണമെങ്കിൽ ജോയിസ് വിശുദ്ധീകരിക്കപ്പെടട്ടെ, ജോയിസ് നീതീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ പിശാച് കൃത്യമായി ക്ലെയിം ചെയ്തു, ദൈവമേ നിന്റെ ശക്തി കൊണ്ട്, നിന്റെ വാക്കുകൊണ്ട് നീ ചെയ്തതല്ലേ, ഒരു പ്രയോജനമില്ല അതുകൊണ്ട്. കാരണം നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. ആ വചനത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ദൈവമേ നിന്റെ ഇഷ്ടപ്രകാരം നീ ചെയ്തതാ എന്ന് പിശാച് ക്ലെയിം ചെയ്യും. കണ്ടോ? അതുകൊണ്ട് ആ വചനത്തെ നിവർത്തിക്കേണ്ടതിന് ദൈവം ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു കോംപ്രമൈസിനും തയ്യാറാകാതെ അതേ വചന നിവർത്തി നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് കർത്താവ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എവരിത്തിങ് ഫിനിഷ്ഡ്. കർത്താവേ, പിതാവേ, സകലതും നിവർത്തിയായി. ക്രൂശിൽ നിവർത്തിയായി. ആ നിവർത്തിയായതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, നീതീകരിക്കപ്പെട്ടു. നമ്മൾ എങ്ങനെ നീതീകരിക്കപ്പെടും? ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ കൊള്ളാകുന്ന നിലവാരത്തിൽ, പരിശുദ്ധനായ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ കൊള്ളാകുന്ന നിലവാരത്തിൽ ഞാൻ നീതീകരിക്കപ്പെട്ടു, ഞാൻ
വിശുദ്ധീകരിക്കപ്പെട്ടു, ഞാൻ ദൈവത്തിൻ്റെ മകനെന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ അവൻ്റെ ദരിദ്രത്താൽ നമ്മൾ സമ്പന്നനായി, അതൊക്കെ ഉണ്ട്, അതൊക്കെ സെക്കൻഡറി തിങ്സ് ആണ്. കാരണം എന്നാ, നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും അതും കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവെ നീ ദരിദ്രനാക്കപ്പെട്ടത് എന്നെ സമ്പന്നനാക്കണം, ഓക്കെ, ആ സമ്പന്നത ഞാൻ പ്രാപിച്ചാലും ഭൗതികമായത് പ്രാപിച്ചാലും ഒരിക്കൽ ഞാനിതെല്ലാം ഇട്ടേച്ച് പോകണം. ഞാനൊരു സൗഖ്യം പ്രാപിച്ചാലും ഇതെല്ലാം ഇട്ടിട്ട് പോകണം. അപ്പൊ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട കാര്യം നീതീകരിക്കപ്പെടുക, വിശുദ്ധീകരിക്കപ്പെടുക, ദൈവത്തിൻ്റെ മക്കളെന്ന പദവിക്കകത്ത് അധികാരത്തോടെ നിൽക്കുക എന്നുള്ള ശ്രേഷ്ഠകരമായ കാര്യം. കാരണം എന്താ പറയുമ്പോ അതാണ് നമ്മളെ നിത്യതയോളം എത്തിക്കുന്നത്. കാൽവരി ക്രൂശിലെ മരണം ഒരു പെർഫെക്റ്റ് ആയിരുന്നു കർത്താവിന്റെ സന്നിധി. കാരണം നമ്മുടെ നമ്മുടെ ഭൗതിക മണ്ഡലങ്ങൾക്ക് ഒരു വിടുതൽ നൽകുന്നത് തന്നെയാണ്, ഒരു സംശയമില്ല. ഭൗതിക മേഖലയിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ഇതെല്ലാം ക്രൂശിലൂടെ ലഭ്യമാണ്. എന്നാൽ ഇവിടെ ഇട്ടേച്ച് പോകേണ്ടതുകൊണ്ട്, നിത്യത വരെ കരുതേണ്ടതുണ്ട്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അതിനെയാണ് നാം ശ്രേഷ്ഠകരമായിട്ടുള്ള എന്താണെന്ന് മനസ്സിലാക്കി മുറുകെ പിടിക്കേണ്ടത്. അതിൽ ഒരു കാര്യമാണ് നീതീകരണം എന്നുള്ളത്. ഈ നീതീകരണത്തെക്കുറിച്ച് ഞാൻ അന്ന് ഗ്രീക്ക് വേർഡൊന്നും ഞാൻ പറഞ്ഞില്ല, സാധാരണ പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. ഈ ഡിക്കായോസുനെ എന്നതിന് പറയുന്നത്. ഡിക്കായോസുനെ എന്ന് പറഞ്ഞാൽ നീതിമാനായി പ്രഖ്യാപിക്കുക, നീതീകരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നീതിമാനായി പ്രഖ്യാപിക്കുക, നീതീകരിക്കുക. കാരണം ഇത് പ്രഖ്യാപിക്കുന്നത് മനുഷ്യനല്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറയാണ്, ജോയ്സ് ആൻഡ് ഇപ്പോൾ നീതീകരിക്കപ്പെട്ടിരിക്കുക, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. ഇത് പ്രഖ്യാപനം സംഭവിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ് പ്രഖ്യാപനം സംഭവിക്കേണ്ടത്. അപ്പൊ ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നതും ദൈവമാണ് നമുക്കിതിൻ്റെ ഉറപ്പ് തരികയും ചെയ്യുന്നത്. അത് കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന കാര്യമാണ്. സത്യത്തിൽ ഈ നീതീകരണത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നീതീകരണം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം പറയാൻ കഴിയുന്നൊരു വേർഡുണ്ട്, ഇത് കൃപയാലാണ് എന്നിൽ സംഭവിച്ചത്. കൃപയാൽ സംഭവിച്ചതാണ്. കാരണം എനിക്ക് ഇതിനുള്ള ഒരു യോഗ്യതയില്ല. കാരണം എന്നാ, ഞാൻ പാപിയാണ്, ദോഷിയാണ്, ഞാൻ ദൈവത്തോട് അകന്നവനാണ്, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിച്ചവനാണ്. അങ്ങനെ ദൈവമായിട്ട് ബന്ധമില്ലാതെ ജീവിച്ച എനിക്ക് എന്നോട് ദൈവത്തിന് കൃപ തോന്നി. ദൈവം എന്നെ തെരഞ്ഞെടുത്ത ആ വലിയ തെരഞ്ഞെടുപ്പാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. നമുക്കറിയാം, കൃപ എന്ന വാക്കിന്റെ അർത്ഥം അർഹിക്കാത്തത് ദാനമായി ലഭിച്ചു. അർഹിക്കാത്തത് ദാനമായി ലഭിച്ചു. കരുണ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയുമോ? നമുക്ക് അർഹിച്ചത് ദാനമായി തന്നില്ല എന്ന് പറഞ്ഞാൽ ന്യായമായും അർഹിച്ചത് എന്തായിരുന്നു? നരകമായിരുന്നു. നരകം തരികയെന്ന് തമ്പുരാൻ തീരുമാനിച്ചു. അവിടെ ആ കൃപ വെളിപ്പെട്ടു വന്നത്. അപ്പൊ അർഹിക്കാത്തതിനെ ദാനമായി നൽകിത്തന്ന് നമ്മെ രക്ഷിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോഴായിരിക്കുന്നത്. ഇപ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, റോമാലേഖനം 3-ാമത്തെ അധ്യായം അതിന് 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3:24. റോമാലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവന്റെ കൃപയാൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത്. എങ്ങനെയാ നിങ്ങൾ നീതീകരിക്കപ്പെട്ടത്? യേശുക്രിസ്തുവിന്റെ കൃപയാൽ. കണ്ടോ? കൃപയാൽ. ഈ നീതീകരണത്തിന്റെ ഉറപ്പ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. നിങ്ങൾ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ?
യേശുവിൻ്റെ കൃപയാൽ, കണ്ടോ, അത് സ്വർഗീയ പിതാവിൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾ നീതീകരിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം അവൻ്റെ കൃപയാലാണ്. എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തത് ദാനമായി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വന്നതാണ്. കൃപയാൽ വെളിപ്പെട്ടു വന്നതാണ് ദൈവത്തിൻ്റെ നീതി. കാരണം എന്നാ, ഇത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തെളിയിച്ച് നമുക്കിതിനെ പ്രാപിക്കാൻ കഴിയില്ല. അതൊക്കെ ന്യായപ്രമാണമാണ്. ഈ നീതീകരണം എന്നിൽ സംഭവിച്ചത് യേശുവിൻ്റെ കൃപയാലാണ്. അപ്പോൾ സ്വർഗം ഇത് ദാനമായി തന്നതല്ലേ? നമ്മുടെ കഴിവുകൊണ്ട് നേടിയതാണോ? ഒരിക്കലുമല്ല, നമ്മുടെ കഴിവേ അല്ല. നീതീകരണം എന്നത് ദൈവം ദാനമായി തരുന്ന പ്രക്രിയയാണ്. അത് യേശു ക്രിസ്തുവിലൂടെ എനിക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം. കാരണം കർത്താവിനെ കുറിച്ച് തന്നെ പറയുന്നത് എങ്ങനെയാ? അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. കൃപമേൽ കൃപ ലഭിച്ചു. ഇനി എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം എന്ന് വായിച്ചു. എഫേസ്യർ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമല്ലോ. കണ്ടോ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം. സത്യത്തിൽ ഈ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് ചിന്തിച്ചാലുണ്ടല്ലോ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് ആദ്യം വരികയാണ്. കാരണം ദൈവാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് ആർക്ക് പറയാൻ കഴിയും? രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ് യേശു കർത്താവെന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് സ്വർഗത്തിന്റെ കംപ്ലീറ്റ് പ്രോസസ്സാണ്. നമുക്ക് ഒരു റോൾ ഇതിനകത്തില്ലത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് ഏറ്റു പറയാനുള്ള റോളേ ഉള്ളൂ. ഈ കൃപ നമ്മുടെ മേൽ സ്വർഗം തരിക. കർത്താവ് പറയില്ല, എനിക്ക് കൃപ തോന്നേണ്ടവനോട് എനിക്ക് കൃപ തോന്നും, എനിക്ക് കരുണ തോന്നേണ്ടവൻ എനിക്ക് കരുണ തോന്നും. ദൈവത്തിന് എന്നോട് കൃപ തോന്നി, എൻ്റെ അകത്ത് ആ കൃപ വെളിപ്പെട്ടു വന്നു. കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത ദാനമായി സ്വീകരിപ്പാൻ എന്നിൽ അത് വെളിപ്പെട്ടു വന്നു. അപ്പോൾ എൻ്റെ അകത്ത് വന്ന എന്താണെന്നറിയാമോ? വിശ്വാസം വന്നു. എന്താ വിശ്വാസം? യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്. കർത്താവെ, ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ, അപ്പോൾ കർത്താവ് കൃപ തന്നു, കർത്താവ് വിശ്വസിപ്പാൻ നമ്മളെ സഹായിച്ചു. അതില്ലെങ്കിൽ പരിശുദ്ധാത്മ വിശ്വസിപ്പാൻ നമ്മളെ സഹായിച്ചു. ഈ പരിശുദ്ധാത്മാവ് തന്നെ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ നമ്മുടെ അകത്ത് ഒരു പ്രബോധനം തന്നു. നമ്മൾ അങ്ങനെ യേശുവിനെ കർത്താവും രക്ഷിതാമായി വിശ്വസിച്ചു. ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മിൽ വെളിപ്പെടുന്ന പ്രോസസ്സിൽ ഒന്നാണ് നിങ്ങളുടെ അനീതി മാറിയിട്ട് നിങ്ങൾ കർത്താവിന്റെ നീതിയെ പ്രാപിക്കുന്നു. അതാണ് റോമാലേഖനം പറയും, നിങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സത്യത്തിൽ ഇത് സ്വർഗത്തിന്റെ പ്രോസസ്സാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ നീതീകരണത്തിന്റെ ഉറപ്പ് കിട്ടത്തുള്ളൂ. കാരണം ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ നീതി ഞാൻ നേടി എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ നീതീകരണത്തിനകത്ത് ഒരുറപ്പും കിട്ടില്ല. ഈ നീതീകരണം തമ്പുരാന്റെ പദ്ധതിയിൽപ്പെട്ടതും കൃപയാൽ എന്നിൽ അത് നിക്ഷിപ്തമാക്കി തന്നതും വിശ്വസിച്ച് അത് നേടുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു എന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഈ നീതീകരണത്തിന്റെ ഉറപ്പും ഈ നീതീകരണത്തിന്റെ ധൈര്യവും നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരുന്നത്. സ്തോത്രം. ഈ ഏദൻ തോട്ടത്തിൽ ആദം പാപം ചെയ്തപ്പോൾ നീതിയുടെ വസ്ത്രം പോയി, വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു, തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അപ്പോൾ ആദം നഗ്നനെന്ന് കണ്ട്
മരത്തിന്റെ മറവിൽ ഒളിച്ചു. കണ്ടോ, ഇതാ മനുഷ്യൻ. പഴയ നിയമത്തിൽ എല്ലായിടത്തും ഈ നീതിയുടെയോ വിശുദ്ധിയുടെയോ തേജസ്സിന്റെയോ വസ്ത്രം മനുഷ്യന് ധരിക്കാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണം കൊണ്ട് ഇത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഇവരെല്ലാം ഓടും. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യമില്ല. ആദം ഓടിയതുപോലെ ഇവരെല്ലാം ഓടും. പക്ഷേ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ, ഈ ദൈവ സാന്നിധ്യം വരുമ്പോൾ നമ്മൾ ആരും ഓടുന്നില്ല. നമ്മൾ ധൈര്യപ്പെടുക, ദൈവസാന്നിധ്യത്തിൽ സന്തോഷിക്കുക, നമ്മൾ ശക്തി പ്രാപിക്കുക, നമ്മൾ ബലം പ്രാപിക്കുകയാണ്. നമ്മൾ കർത്താവിൽ നിന്ന് എന്തോ പ്രാപിച്ചവർ എന്നുള്ള ധൈര്യവും ബലവും നമുക്ക് വരികയാണ്. എന്താ കാരണം? ഇതാ കാരണം, നമ്മുടെ അകത്ത് നഗ്നനാണെന്നും പാപിയാണെന്നുള്ള ബോധം കൊണ്ട് നമ്മൾ ഓടുകയല്ല, കർത്താവെ അതിപരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ കൃപാസനത്തോടെ ചേർന്ന് വന്ന് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുകയാണ്. എന്താ കാരണമെന്നറിയാമോ? ഏദനിൽ നഷ്ടപ്പെട്ടു പോയ നീതിയുടെ വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം, തേജസ്സിന്റെ വസ്ത്രം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പ്രാപ്യമായി, നമുക്ക് സാധ്യമായി. അതാ അതിന്റെ കാരണം. അത് പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. അപ്പോൾ ആദമിൽ നഷ്ടപ്പെട്ടു പോയതിനെ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ നൽകി തന്ന സ്നേഹം. നിങ്ങൾ വചനത്തിൽ വായിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ ക്രിസ്തുവിനെ എന്ത് ചെയ്യുക? ധരിക്കുകയാണ്. ഗലാത്യയിൽ അതിന് ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുകയാണ്. എങ്ങനെ ക്രിസ്തുവിനെ ധരിക്കുന്നത്? സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുന്നത് എങ്ങനെ? അവിടെയാണ് നീതിയുടെ വസ്ത്രമായി, വിശുദ്ധിയുടെ വസ്ത്രമായി, തേജസ്സിന്റെ വസ്ത്രമായി ആ ഏദൻ തോട്ടത്തിൽ നഗ്നനാക്കപ്പെട്ട ആദമിനെ ദൈവം ധരിപ്പിക്കുക എന്ന് പറയുന്ന ആദാമ്യ സന്തതികളെ, അതിൽപ്പെട്ടവരാണ് നമ്മൾ. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ യേശുവെന്ന നീതി, യേശുവെന്ന വിശുദ്ധി, യേശുവെന്ന തേജസ്, ആ വസ്ത്രം ധരിക്കപ്പെട്ടവരായി നാം പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ അനുസരണം കെട്ടവരോ അനീതി ചെയ്തവരോ അല്ല. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന്റെ സ്വന്തം മക്കളും അവകാശികളും. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നതിന് മുൻപ് ആദത്തെ എങ്ങനെ പിതാവ് കണ്ടോ അതേ നിലവാരത്തിലാണ് സ്വർഗീയ പിതാവ് നമ്മളെ കാണുന്നതെന്നുള്ള മർമ്മം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ദൈവസാന്നിധ്യം വരുമ്പോൾ ഇറങ്ങി ഓടാൻ തോന്നാത്തത്, ധൈര്യം വരുന്നത്, ബലം വരുന്നത്. ഈ തേജസ് നമ്മളെ മൂടിയിരിക്കുക, ഈ നീതിയുടെ വസ്ത്രം നമ്മളെ ധരിപ്പിച്ചിരിക്കുക. ഇത് നമ്മൾ സ്വയം ധരിച്ചതല്ല, കൃപയാൽ 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 യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഈ നീതിയുടെ വസ്ത്രം എൻ്റെ മേൽ വന്നു. കാരണം എന്നാ, നമ്മളിപ്പോൾ ഇന്ന് കർത്താവ് വന്നാൽ ഇന്ന് സ്വർഗത്തിൽ പോകാനിരിക്കുക അല്ലേ? അശുദ്ധന്മാരെ കയറ്റുന്ന ഇടമാണ് സ്വർഗം. അനീതിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇടമാണ് സ്വർഗം. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ഇടമാണ് സ്വർഗം. വിശുദ്ധന്മാരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഇന്ന് 99% വിശ്വാസികളോട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ, അല്ലെങ്കിൽ ദൈവദാസന്മാരോട് പോലും ഞാൻ ചോദിച്ചോട്ടെ, സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ അറിയില്ല പാസ്റ്ററെ, ഒരു ഉത്തരം തരാനില്ല. അന്ന് 40 ദിവസം ഉപവസിക്കുന്നുണ്ട്, 21 ഉണ്ട്, 7 ഉണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാം സൂപ്പറായിട്ട് റൺ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ജനത്തിന് ഉറപ്പില്ല. അപ്പോഴും അങ്ങനെ ഉറപ്പില്ലാതെ എങ്ങനെയാ നിത്യതയെ അവകാശമാക്കാൻ കഴിയുന്നത്?
ആദാമ്യ പാപം നിമിത്തമാണ് നമ്മൾ പാപികളായത്. മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ സൗജന്യമായ നീതീകരണം വന്നതെന്നറിയാമോ? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പാപം ചെയ്തത് കൊണ്ടല്ല നമ്മൾ പാപികളായത്. പിന്നെയോ, ആദം പാപം ചെയ്തതിന്റെ പരിണിത ഫലമാണ് നമ്മളെല്ലാം ഈ പാപത്തിൽ ജനിക്കാനുള്ള കാരണം. അതായത് നമ്മൾ ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷയിലേക്കാണ് നമ്മൾ വന്നത്. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ കൃപയും വെളിപ്പെട്ടു വന്നത്. നമ്മൾ അർഹിച്ചിട്ടല്ല ഈ രക്ഷ നമുക്ക് കിട്ടിയത്, നമ്മൾ അർഹിച്ചിട്ടല്ല ഈ നീതി നമുക്ക് കിട്ടിയത്. അത് തന്നെ ഈ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. 5-ാമത്തേത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. കണ്ടോ? അത് എന്നാൽ ഏക മനുഷ്യരായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള നീതി അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. ഈ 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. ഇപ്പൊ അതിനൊരു സമയമില്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. എന്നാൽ കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അടുത്തത് ഈ റോമർ 5:16-17 വാക്യാണ് ഞാൻ വായിക്കട്ടെ കേട്ടോ. ഏകന്റെ ലംഘനത്താൽ മരണം ഏകം നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധിയെ ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം അധികമായി ജീവനിൽ വാഴും. കണ്ടോ? ഏകനാൽ മരണം വന്നെങ്കിൽ അടുത്ത ഏകനാൽ ജീവൻ വന്നു. ഏകനാൽ ലംഘനം വന്നെങ്കിൽ അടുത്ത വ്യക്തിയാൽ എന്തിന് നീതീകരണ വിധി വന്നു. അതുകൊണ്ട് യേശുവിനെ ഒടുക്കത്തെ ആദമെന്ന് 2 കൊരിന്ത്യർ 14:46 തോന്നുന്നു. അത് 15:46 പറയുന്നത്. ആദം ആരോ അൺമ്യൂട്ട് ചെയ്യണേ. ഏകൻ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി. ആദ്യത്തെ ആദം മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാമത്തെ ആദം സ്വർഗീയൻ. ഈ മണ്ണുകൊണ്ടുള്ളവൻ നിമിത്തം നമ്മളിൽ പാപവും ലംഘനവും നിത്യമായ മരണവും വെളിപ്പെട്ടപ്പോൾ ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മുടെ പാപങ്ങളെ മാറ്റി, അനീതിയെ മാറ്റി, അധർമ്മങ്ങളെ മാറ്റി, നമ്മളെ അശുദ്ധിയെ മാറ്റിയിട്ട് ഒടുക്കത്തെ ആദം നമ്മളെ ജീവിപ്പിക്കുന്ന ആത്മാവായി എനിക്കും നിങ്ങൾക്കുമായി മാറി. ഇതാണ് യേശുക്രിസ്തുവിലൂടെ വന്ന സംഭവം. അതുകൊണ്ട് നമ്മുടെ കഴിവിലല്ല മക്കളെ, നമ്മൾ അറിയാതെയാ നമ്മൾ പാപത്തിലേക്ക് പോയത്. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ടി രക്ഷണ്യ കൃപ വെളിപ്പെട്ടു വന്നു കാൽവരി ക്രൂശിൽ. ദൈവം അതുകൊണ്ട് പറഞ്ഞു, ഈ രക്ഷയെ നേടാനായിട്ട് നീ ഒരു മലയും കയറാൻ പോണ്ട, നീ ഒരു തീർത്ഥാടന കേന്ദ്രം അന്വേഷിക്കണ്ട, നീ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയണ്ട. നീ ഒറ്റ കാര്യം ചെയ്യുക, ജസ്റ്റ് ബിലീവ്. നീ വിശ്വസിക്കുക. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. നിന്നെ നീതീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ, ദൈവവേദനാക്കാൻ ആണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് നീ വിശ്വസിക്കുക. കണ്ടോ? വിശ്വാസത്താൽ ദൈവം വളരെ സിമ്പിളാക്കി തന്നു. ഇത്രയും സിമ്പിളാക്കി തന്നതാണ് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എല്ലാവർക്കും വലിയ വിഷയം. കാരണം എന്നാ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുത്ത് നമുക്കറിയാം, ആചാരങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ബലികൾ കൊണ്ടും അല്ലെ, ദാനധർമ്മങ്ങൾ കൊണ്ടും എല്ലാം സമ്മിശ്രമായ ഒരാത്മീയ അന്തരീക്ഷമാണ് നമ്മുടെ കേരളം. ഈ ആത്മീയ കേരളം, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. പക്ഷെ വചനത്തെ മാറ്റാൻ പറ്റില്ല. വചനം പറയുന്നു, എല്ലാ കർമ്മങ്ങളും, എല്ലാ ക്രിയകളും, എല്ലാ ആചാരങ്ങളും, എല്ലാ അനുഷ്ഠാനങ്ങളും കർത്താവ്
കാൽവരി ക്രൂശിൽ ചെയ്ത് തീർത്ത് എവറിത്തിങ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി എന്നാണ് അതിന്റെ ഗ്രീക്ക് വേർഡ്. ടെറ്റലസ്റ്റായി, എവറിത്തിങ് ഫിനിഷ്ഡ് എന്ന് വെച്ചാൽ ഇനി പൂർത്തീകരിക്കപ്പെടാൻ ഒന്നുമില്ല. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വഴി, ഇതാ തികവുള്ള വഴി ഇവിടെ ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ഒരുക്കപ്പെട്ടു. എവറിത്തിങ് ഫിനിഷ്ഡ്. അപ്പൊ എല്ലാ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനവും ക്രിസ്തു പൂർത്തീകരിച്ചിരിക്കെ ഇനി അതിനെ സ്വീകരിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, വിശ്വസിക്കുക. വിശ്വാസത്താൽ അതിനെ സ്വീകരിക്കുക. അതിനാണ് നമ്മുടെ മേൽ കൃപ വെളിപ്പെട്ടത്. അപ്പൊ നീതീകരണം സംഭവിക്കുന്നത് ഒന്ന് കൃപയാലാണ് സംഭവിക്കുന്നത്. കൃപയാൽ. തീത്തോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. തീത്തോസ് 3:6. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. എങ്ങനെയാ ദൈവമക്കളെ നീതീകരിക്കപ്പെട്ടത്? നാം അവന്റെ കൃപയാൽ. നമ്മുടെ കഴിവുകൊണ്ട് നീതീകരിക്കപ്പെട്ടതാണോ? ഇത് തലേ കയറിയാലേ നമുക്ക് ഉറപ്പ് കിട്ടുള്ളൂ. ഞാൻ നീതീകരിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ കൃപയാലാണ്. കണ്ടോ? അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട. വായിച്ചോ. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് വീണ്ടും ജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ആത്മാവിനെ കുറിച്ചും രക്ഷ എന്ന ആ തെളിവായ സത്യങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണത്. ആ ഒറ്റ വാക്യം മതി. രക്ഷ, പരിശുദ്ധാത്മാവ്, കൃപ, ദൈവത്തിന്റെ വീണ്ടും ജനനം, അതുപോലെ നിത്യജീവന്റെ അവകാശി എന്നൊരു സബ്ജക്റ്റ് പ്രസംഗിക്കാൻ. നിങ്ങൾ ആ വാതിലൊന്ന് വായിച്ചു നോക്കിയാൽ മതി. കൃപയാൽ നീതീകരണം. സമയം മുമ്പോട്ട് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാ. ഗലാത്യ ലേഖനം 5:4 വായിച്ചേ. പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ന്യായപ്രമാണത്താൽ നീതീകരണം സംഭവിക്കില്ല. അത് ജസ്റ്റ് ഒന്ന് ഇനിയൊരു ഇൻഫർമേഷൻ ആയിട്ട് തരാനാ. ന്യായപ്രമാണത്താൽ, പഴയ നിയമത്താൽ നീതീകരണം ഒരു കാരണവശാലും സംഭവിക്കില്ല. അതാ വാക്കിന്റെ അർത്ഥം. അവർ പറയാ ന്യായപ്രമാണം നീതീകരിക്കപ്പെടാൻ ഇച്ഛിക്കുന്നവൻ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി. പറയാ നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. കൃപ പുതിയ നിയമത്തിൽ മാത്രമുള്ള, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രം ലഭ്യമാകുന്ന ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് കൃപ. അത് ന്യായപ്രമാണ പ്രകാരം അന്വേഷിച്ചാൽ കിട്ടില്ല. പഴയ നിയമ ഭക്തന്മാർക്ക് ലഭ്യമാകാതെ പോയതും നമുക്ക് ദാനമായി ലഭിച്ചതുമായ ഈ കൃപയാണ് ഇന്ന് നമ്മളെ ഇത്രത്തോളം നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പൊ ന്യായപ്രമാണത്താലല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലുമല്ല, കൃപയാലത്രേ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ നീതീകരണത്തിലേക്ക് നയിച്ചത്. അടുത്ത് പറയാണ്, ദൈവമാണ് നമ്മളെ നീതീകരിക്കുന്നത്, ഒരു മനുഷ്യനല്ല. റോമാലേഖനം 3:30 വായിച്ചേ. റോമൻസ് 3:30 വായിക്കുന്നു. ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ദൈവം ഏകനല്ലോ, അവൻ ദൈവം വിശ്വാസത്താൽ ആരൊക്കെ? അഗ്രചർമ്മികളെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെ നീതീകരിക്കുന്നു. പരിച്ഛേദനക്കാരെയും അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും
വിശ്വാസത്താൽ അഗ്രചർമ്മികളെ നീതീകരിക്കുന്നു. നീതിയിരിക്കുന്ന അപ്പൊ ആരാ നീതിയിരിക്കുന്നേ? ദൈവം ഏകനല്ലോ. ദൈവമാണ്. ദൈവം ഏകനല്ലോ അവൻ. അവൻ. കണ്ടോ ആ വാക്ക്? അവൻ വിശ്വാസം മൂലം. കണ്ടോ, അവൻ വിശ്വാസം. ആര്? ദൈവം വിശ്വാസം മൂലം. ആര്? പരിച്ഛേദനക്കാരൻ വിശ്വസിച്ചാലും അഗ്രചർമ്മി വിശ്വസിച്ചാലും ദൈവത്തെ വിശ്വസിച്ചാലും ദൈവം അവനെ നീതീകരിക്കും. അപ്പം നീതീകരിക്കുന്നവൻ ദൈവമാണ്. കണ്ടോ, നീതീകരിക്കുന്നവൻ ദൈവമാണ്. റോമാലേഖനം 8:33 കൂടെ വേഗത്തിൽ വായിക്കാം. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാ. നീതീകരിക്കുന്നവൻ ആരാ? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. അപ്പൊ നീതീകരിക്കുന്നവൻ ആരാ? ദൈവം. നീതീകരിച്ചത് ആരാ? ഈ ഡിവൈസിൽ ഇരിക്കുന്ന എന്നെ കേൾക്കുന്നവരെ നിങ്ങളെ ഇപ്പൊ നീതീകരിച്ചത് ആരാ? ദൈവം. ദൈവമാണ് നീതീകരിച്ചത്. അതാ നമ്മുടെ ഉറപ്പ്. ഞാൻ എന്നെ തന്നെ നീതീകരിച്ചാൽ എന്റെ പ്രവൃത്തി കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ ഞാൻ ഇന്നത് ചെയ്തു, ദൈവത്തിന് വേണ്ടി ഞാൻ ഇന്നത് ചെയ്തു, ദൈവത്തിന് വേണ്ടി ഇന്നത് ഞാൻ കൊടുത്തു, ഞാൻ ദൈവത്തിന് സഭാ ഹോൾ പണിയാൻ പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ദൈവദാസന്മാരെ സഹായിച്ചു, ഒരു ദൈവദാസന് വണ്ടി മേടിച്ചു കൊടുത്തു, സ്ഥലം മേടിച്ചു കൊടുത്തു, അങ്ങനെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അതൊക്കെ ലോകപ്രകാരമുള്ള ഒരു അനുഗ്രഹത്തിന് കാരണമാകത്തേ ഉള്ളൂ. നിത്യതയിലേക്ക് എത്താൻ തക്കവണ്ണം നമ്മളെ നീതീകരിക്കുന്നത് ദൈവമാണ്. കണ്ടോ, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. എന്നെ നീതീകരിച്ചതും നിങ്ങളെ നീതീകരിച്ചതൊരു മനുഷ്യനല്ല, ദൈവമാണ് നീതീകരിച്ചത്. അടുത്ത നീതീകരണത്തിന്റെ വില എന്താ? വില നിസാർ, സിമ്പിളായിട്ട് പറയാം, യേശുവിന്റെ രക്തമാണ് നമ്മുടെ നീതീകരണത്തിന്റെ വില. പാപമില്ലാത്ത രക്തം. റോമാലേഖനം 3:25 വായിച്ചേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കണ്ടോ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ പരസ്യമായി സ്വർഗീയ തമ്പുരാനെ 3 ആണിമേൽ നിർത്തിയത് എന്തിനെന്നറിയാമോ? വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പാപങ്ങളെ മോചിക്കപ്പെട്ട് ദൈവത്തിന്റെ നീതി എന്താണെന്ന് വെളിപ്പെടാനാ. അതാ താഴോട്ട് വായിക്കുന്നത്, ദൈവത്തിന്റെ നീതിയെ അവൻ പ്രദർശിപ്പിച്ചെന്ന്. റോമർ 5:9 വായിച്ചേ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. കണ്ടോ, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. അപ്പൊ എങ്ങനെ നീതീകരണം സംഭവിച്ചേ? യേശുവിന്റെ രക്തത്താൽ. സ്വർഗീയ പിതാവിന്റെ കോപത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? യേശുവിന്റെ രക്തത്താലുള്ള നീതീകരണം എന്നിൽ സംഭവിച്ചപ്പോൾ. അതാ എനിക്ക് ധൈര്യം വന്ന ദൈവസേനയിൽ ചെല്ലാൻ. സ്വർഗീയ പിതാവ് ഇന്ന് എന്നെ നോക്കുമ്പോൾ എന്നിൽ കാണുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിന്റെ നീതി, ക്രിസ്തുവിന്റെ വിശുദ്ധി, ക്രിസ്തുവിന്റെ പുത്രത്വം, ഇതെല്ലാമാണ് എന്നിൽ കാണുന്നത്. സ്വർഗീയ പിതാവിന് അതുകൊണ്ട് എന്നോട് കോപമല്ല, സ്വർഗീയ പിതാവിന് എന്നോട് സ്നേഹമാണ്. സിമ്പിളായിട്ട് ചിന്തിച്ച മക്കളെ, നമ്മൾ കർത്താവ് വരുമ്പോൾ പോകേണ്ടത് ഈ പിതാവിന്റെ അടുക്കിലേക്കല്ലേ? അപ്പൊ പിതാവ് കോപത്തോടിരിക്കുന്ന പിതാവിന്റെ അടുക്കിലേക്കാണോ നമുക്ക് പോകേണ്ടത്? അല്ല. എന്നോട് സ്നേഹമുള്ള, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വരവ് കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ അടുക്കിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. ആ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ എന്നെ ക്വാളിഫൈഡ് ആക്കി ഇവിടെ നിർത്തിയിരിക്കുന്നതാണ് യേശുവിൻ്റെ രക്തം.
പിതാവിന് ഒരു കാലത്ത് എന്നോട് ഭയങ്കര കോപമായിരുന്നു. കാരണം എന്നാ, ഞാൻ പാപിയാണ്. പാപികളോട് ദൈവത്തിന് കോംപ്രമൈസ് ഇല്ല. കോപമാണ് ദൈവത്തിന്, പിതാവായ ദൈവത്തിന് കോപമാണ്. പഴയ നിയമത്തിൽ അതുകൊണ്ട് തന്നെയാണ് ആരെയും വിശുദ്ധ ഗണത്തിലേക്ക് പെടുത്താതിരുന്നത്. എന്നാൽ യേശുവിന്റെ രക്തത്തിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ, ആ രക്തത്താൽ നീതീകരണവും വിശുദ്ധീകരണം സംഭവിച്ചപ്പോൾ എന്നോടുള്ള സ്വർഗീയ പിതാവിന്റെ കോപം മാറി. സത്യത്തിൽ ആ കോപം സ്വർഗീയ പിതാവ് കാൽവരി ക്രൂശിൽ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? കണ്ടോ, സ്വർഗീയ പിതാവ് കോപം കൊണ്ട് തല തിരിച്ചു കളഞ്ഞു. യേശു തമ്പുരാനെ മൈൻഡ് ചെയ്തില്ല. സ്വന്തം പുത്രനാ, എന്തിന്? ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് ഈ ഭൂമിയിൽ പ്രസംഗിച്ച ക്രിസ്തുവാണ് ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്നത്, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പിതാവിന്റെ കോപം, പാപികളോടുള്ള കോപം ക്രൂശിൽ വെളിപ്പെട്ടപ്പോൾ ക്രിസ്തു തകർക്കപ്പെട്ടു. ആ ഏകൻ തകർക്കപ്പെട്ടത് നിമിത്തം ആ ഏകനിലൂടെ അനേകർ ഈ ദൈവത്തിൻ്റെ കോപം മാറിയിട്ട് ദൈവത്തിൻ്റെ നീതിയിലേക്കും വിശുദ്ധിയിലേക്കും ആ സ്വർഗീയ പദവിയിലേക്കും ഈ യേശു ക്രിസ്തു മുഖാന്തരം പ്രവേശിക്കപ്പെട്ടു. പിതാവിന്റെ കോപം എവിടെ തീർത്തെന്നറിയാമോ? കാൽവരി ക്രൂശിൽ. അതുകൊണ്ടാണ് ആ വചനം, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. നാം ദൈവകോപത്തിൽ നിന്ന് ഇന്ന് ഞാൻ സ്വർഗീയ പിതാവിന്റെ കോപത്തിന്റെ പാത്രമല്ല, കൃപയുടെ പാത്രമാണ്, കരുണയുടെ പാത്രമാണ്, നീതിയുടെ പാത്രമാണ്, അനുഗ്രഹത്തിന്റെ പാത്രമാണ്, വിശുദ്ധിയുടെ പാത്രമാണ്. ദൈവമക്കളെ, അതുകൊണ്ടാ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളിപ്പോൾ ക്രിസ്തുവിനോട് കൂട്ടവകാശികളാണെന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ ഭാഗ്യം ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിനോട് കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ സ്വർഗം മുഴുവനും സ്വർഗീയ പിതാവിന് അവകാശപ്പെട്ടതാണ്, ക്രിസ്തുവിന് അവകാശപ്പെട്ടതാണ്. അതേ അവകാശത്തിന്റെ കൂട്ടവകാശ ഓഹരി എനിക്കും ജോയ്സ് ആന്റിക്കും ഈ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം ഈ കൂട്ടവകാശം എഴുതി തന്നേക്കുക. രക്ഷിക്കപ്പെടുന്നവർക്കെല്ലാം ഇത് എഴുതി കൊടുക്കുക. അപ്പൊ സ്വർഗം എനിക്ക് എഴുതി തരണമെങ്കിൽ, സ്വർഗം പരിശുദ്ധമാണ്, അവിടെ പാപികൾക്കല്ല പ്രവേശനം, അല്ലേ? അവിടെ അശുദ്ധനല്ല പ്രവേശനം. അവിടെ നീതീകരിക്കപ്പെട്ടവനും വിശുദ്ധീകരിക്കപ്പെട്ടവനും നിർമ്മലീകരിക്കപ്പെട്ടവനും ദൈവത്തിന്റെ മക്കൾക്കുമാണ് അവിടെ പ്രവേശനം. അപ്പൊ സ്വർഗം എൻ്റെ പേരിൽ എഴുതി തന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കും കൂടെ സ്വർഗത്തിൽ അവകാശം തന്നെന്ന്, ഓഹരി തന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം പാപിയും ദോഷിയുമായിരുന്ന എന്നെ കൃപയാൽ നീതീകരിച്ച് അതിൽ യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി മറുവിലയാക്കപ്പെട്ട് ആ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാൻ ദൈവം തന്നെ കാരണമായി. ഞാനല്ല കാരണക്കാരൻ. ഞാൻ ശുദ്ധീകരിക്കപ്പെടാൻ, ഞാൻ നീതീകരിക്കപ്പെടാൻ ഞാനല്ല കാരണക്കാരൻ, ദൈവം തന്നെ കാരണക്കാരനായി. ദൈവം എന്നെ ശുദ്ധീകരിച്ചു. കണ്ടോ? നിങ്ങൾ ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ പറയാണ്, അബ്രഹാമിന്റെ വിശ്വാസത്തെ എടുത്ത് അബ്രഹാം 99-ാമത്തെ വയസ്സിൽ വിശ്വസിച്ചോണ്ട് നിർജീവത്വം മാറി എന്നൊക്കെ ഇപ്പൊ അങ്ങ് പറഞ്ഞ നിങ്ങളെല്ലാം ഇപ്പൊ ഏറിൽ നിൽക്കും. കാരണം നമുക്ക് കേട്ട് നമ്മൾ പരിചരിച്ചത് അതാണ്. പെട്ടെന്ന് അത് നമ്മുടെ ഇമോഷനെ ടച്ച് ചെയ്യും. കാരണം എന്നാ, നമുക്ക് വിടുതലില്ലാത്തതും അല്ലെ സാധ്യത കഴിഞ്ഞു പോയ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നടക്കുമെന്നേ. നമ്മൾ ക്രിസ്തുവിൽ ആരായി തീർന്നെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഫസ്റ്റ് നിത്യതയെ നമ്മൾ ഉറപ്പിച്ച് ആ ദൈവിക അധികാരത്തിൽ മുന്നോട്ട് പോകും. അപ്പോൾ പിന്നെ ഇതൊന്നും നമുക്ക് വിഷയം, നമുക്കറിയാം നന്മയും കാരണം എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും.
ഇതെല്ലാം വെളിപ്പെട്ടു വരും. എന്തിന്? അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പോലും പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണെന്ന് കൃത്യമായിട്ട് കിടക്കുക. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെന്ന് അല്ലേ? റോമാലേഖനം 3-ാമത്തെ അധ്യായം അങ്ങനെ മുഴുവൻ 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഒക്കെ 3-5 വാക്യങ്ങളെല്ലാം അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വാക്യം വായിപ്പിക്കാതെ. കാരണം എന്താണെന്നറിയാമോ? അബ്രഹാം വന്നതിന് ശേഷമാണ് ന്യായപ്രമാണം വന്നത്. അബ്രഹാം ന്യായപ്രമാണത്തിന് മുൻപുള്ള വ്യക്തിയാണ്. വിശ്വാസത്താൽ ദൈവത്തിൽ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. കണ്ടോ? കാരണം ന്യായപ്രമാണത്തിന് മുൻപ് അബ്രഹാം. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാമിനെ നമ്മുടെ പുതിയ നിയമത്തിനകത്ത് കൊണ്ടുവന്നിട്ട് വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നത്. ന്യായപ്രമാണത്തിലല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. പിന്നെയോ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന ഒറ്റ വാക്ക് ദൈവം അരുളി ചെയ്തതിനകത്ത് വിശ്വസിച്ച് സ്വന്തം നാടും വീടും കൂട്ടും വിട്ട് സ്വന്തം പാരമ്പര്യങ്ങളെ വിട്ട് വിശ്വാസത്താൽ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. ദൈവം അത് നീതിയായി കണക്കിട്ടു. പുതിയ നിയമത്തിൽ വിശ്വാസത്തിനാണ് പ്രാധാന്യം. നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ ഈ കേട്ട വചനങ്ങൾ ഒന്നും വിശ്വസിക്കാൻ നിങ്ങൾ 40 ഇരുന്ന കൊണ്ട് ഒരു പ്രയോജനം ഇല്ല. 20 ഇരുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല. വിശ്വസിക്കണം. ഇതിന്റെ എല്ലാം ബേസ്, ഇതിന്റെ എല്ലാം ആധാരം പുതിയ നിയമത്തിനകത്ത് വിശ്വാസമാണ്. എങ്ങനെ നീതീകരിക്കപ്പെടാം? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാം. ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളുടെ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, സിമ്പിൾ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നിങ്ങളൊരു പുതിയൊരു മൊബൈൽ വാങ്ങിയിട്ട് മൊബൈലിനകത്ത് അതിന്റെ സിമ്മിന്റെ സ്ലോട്ടിനകത്ത് നിങ്ങൾ സിം ഇൻസേർട്ട് ചെയ്യുന്ന പോലെയാണ്. നമ്മുടെ പരിപാടി എന്നാ? മൊബൈൽ വാങ്ങി അതിനകത്തിന്റെ സ്ലിം സ്ലോട്ടിനകത്തേക്ക് ആ സ്ലോട്ടിനകത്ത് സിം ഇട്ടു, അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ ആ ഫോൺ അവിടെ വെച്ചിട്ട് മാറി നിന്നാൽ മതി. നമ്മളത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യണോ? ഇപ്പം ഞാൻ സിം വാങ്ങി എൻ്റെ മൊബൈലിനകത്ത് ഇട്ടു, എന്നിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റാന്നി ദേശത്ത് വെച്ചാൽ ചെയ്ത്, ഞാൻ റാന്നിയിൽ ഒരു വലിയൊരു ടവറിൻ്റെ BSNL ടവറിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി നിൽക്കുക. അന്നേരം ജോയിസാൻറ്റി അതിൽ വരുന്നത്, അയ്യോ ഇതാ ബൈപ്പാസ് അല്ലേ ആലപ്പുഴയല്ലേ, പുള്ളി എന്താണോ ഇതിനകത്ത് കയറിയിരിക്കുന്നത് ചിന്തിക്കും. അപ്പോൾ പറയും, എൻ്റെ പൊന്നാൻറ്റി എന്ത് പറയാനും ഞാനൊരു സിമ്മ് വാങ്ങി ആൻറ്റി, അതൊന്ന് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി എൻ്റെ മണ്ടയ്ക്ക് കയറുക. ആൻറ്റി അന്നേരം എൻ്റെ ഭാര്യയുടെ നമ്പർ വിളിച്ചു, ഒരു പാസ്റ്റർക്ക് എന്തോ കുഴപ്പമുണ്ട്, പെട്ടെന്ന് വണ്ടി വിളിച്ച് ഓടിവാ എന്ന് പറയും. നിങ്ങളെ അത്യാവശ്യം പരിചയമുള്ളവരെല്ലാം വിളിച്ചു കൂട്ടും, ആകെ കുഴപ്പമാക്കും. കാരണം ആ സിം ആക്ടിവേറ്റ് ആക്കാൻ ഞാൻ ഒരു ടവറിനെ മണ്ടയ്ക്ക് കയറേണ്ട കാര്യമുണ്ടോ? ഞാൻ അത് സിമ്മിൻ സ്ലോട്ടിനകത്തിട്ട് മൊബൈൽ അവിടെ അനക്കാതെ വെച്ച് എൻ്റെ കാര്യത്തിന് പോയാൽ മതി. കുറച്ച് കഴിയുമ്പോൾ കൺഫർമേഷൻ മെസ്സേജ് വരും കമ്പനിയിൽ നിന്ന്, പിന്നെ അതിൻ്റെ ഓഫറുകൾ വരും അല്ലേ, പിന്നെ പടപടപടാന്ന് മെസ്സേജുകളാണ്. പിന്നെ കമ്പനിയുമായിട്ട് ഞാൻ ടൈപ്പായി. ഇനി അവര് എനിക്ക് വേണ്ട ഓഫറും കാര്യങ്ങളെല്ലാം നൽകിരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ വിശ്വാസത്താൽ ക്രിസ്തുവിനെ നമ്മുടെ അകത്ത് നമ്മൾ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? സ്വർഗവുമായിട്ട് നമ്മൾ കണക്റ്റ് ആകുകയാണ്. സ്വർഗവുമായിട്ട്. ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യമാ. നമ്മുടെ ബുദ്ധിമണ്ഡലം കൂടെ ചിന്തിച്ചാൽ ഒരെത്തും പിടിയും കിട്ടുകയില്ല. ഇങ്ങേരുത് എന്നതായി പറഞ്ഞു കൂട്ടാൻ നിങ്ങൾ ചിന്തിക്കും. ഇത് ആത്മമണ്ഡലം നടക്കുക. അകത്ത് കർത്താവിനെ നിങ്ങൾ രക്ഷിതാവായി വിശ്വാസത്താൽ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ സ്വർഗവുമായി കണക്റ്റായി. ഇനി സ്വർഗത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ സംഭവം. വിശ്വാസത്താൽ അവിടെ നീതീകരണം വരുന്നു, വിശുദ്ധീകരണം വരുന്നു. ഇത് ക്രിസ്തുവിലൂടെ നിങ്ങളിലേക്ക് ദൈവം ചെയ്യുന്ന പ്രക്രിയയാണ്. നീതീകരിക്കുന്നവൻ ദൈവം. യേശുവിന്റെ രക്തം മൂലമാണ് സംഭവിക്കുന്നത്. ഇത് കൃപയാലാണ് ലഭിക്കുന്നത്. ഇതെല്ലാം ദൈവം ചെയ്യുന്നു.
പക്ഷെ ഇതാണ് നമ്മുടെ തലയിൽ കയറാൻ ഏറ്റവും പ്രയാസം. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാലോ, ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ വചനം ഞാൻ വായിപ്പിക്കുന്നത്. വചനത്തിലില്ലാത്ത ഒരു കാര്യം ഞാൻ പറയില്ല. ദൈവമക്കളെ, ഈ വചനത്തെ വിശ്വസിച്ചാൽ നിങ്ങളുടെ നീതീകരണത്തിന്റെ ഉറപ്പിലും വിശുദ്ധീകരണത്തിന്റെ ഉറപ്പിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ വിശ്വാസത്താലാണ് ഈ നീതീകരണം സംഭവിച്ചിരിക്കുന്നത്. ഈ നീതീകരണം നമുക്ക് ഉറപ്പിച്ച് കിട്ടിയെന്നതിന് യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർപ്പ്, ഈ പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഈ നീതീകരണത്തിന്റെ ഉറപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ നീതീകരണം, വിശുദ്ധീകരണം എന്നതിന്റെ ആ ഒരു പവർ 1 കൊരിന്ത്യർ 6:11 വായിച്ചേ. 1 കൊരിന്ത്യർ 6:11. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. കണ്ടോ, നിങ്ങൾ പണ്ട് വേറെ വകക്കാരാ. പക്ഷെ എങ്കിലും നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. പ്രാപിക്കുമെന്നാണോ? പ്രാപിച്ചിരിക്കുന്നു. എപ്പോഴാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? അപ്പോൾ പ്രാപിച്ചിരിക്കുന്നു. എബ്രായ ലേഖനത്തിലൊക്കെ പറയും, യേശുവിന്റെ രക്തം നമ്മളെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. എബ്രായർ 9:14 വായിച്ച് പെട്ടെന്ന്. അതും കൂടെ വായിച്ചിട്ട് ഞാനൊരു കാര്യം പെട്ടെന്ന് നിങ്ങളോട് പറയാം. 9:14. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. എത്രയധികം ശുദ്ധീകരിക്കും. അതങ്ങ് വായിക്കണം. ഈ ന്യായപ്രമാണത്തെ അങ്ങ് ഈ കാളക്കിടാങ്ങളി, ആറ്റുകൊട്ടന്മാടി, അല്ലെങ്കിൽ പശുഭസ്മം ഇതിനെയൊക്കെ എടുത്തിട്ട് വാരിച്ച് കീറി പൗലോസ് തെറിയിക്കുക. എടാ, ഇതുകൊണ്ടൊന്നും ഒരുവൻ രക്ഷപ്പെടുകയല്ല. യേശുവിന്റെ രക്തമാണ് നിന്നെ ശുദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞ പൗലോസ് അങ്ങ് എബ്രായ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്ന ഭാഗമായത്. ഞാൻ ഏറ്റവും അധികം വായിക്കാൻ ഇഷ്ടപ്പെടുന്നതും വായിക്കുന്നതും പഠിക്കുന്നതുമായ പുസ്തകങ്ങൾ ഒന്ന് റോമാലേഖനം, അത് നീതീകരണത്തിന്റെ ആഴം കിടക്കുന്നതാണ്. 2 എബ്രായ ലേഖനം. ലേഖനങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുകയും ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചർച്ചിനകത്തൊരു കുഴപ്പമുണ്ട്. പഴയ നിയമത്തിലൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച നല്ലൊരു പ്രവാചകന ദിവസം വന്നു. അദ്ദേഹം സീസറയെക്കുറിച്ചും ദെബോരയെക്കുറിച്ചും പ്രസംഗിച്ച ആർക്കും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അദ്ദേഹം വളരെ വിഷമിച്ചു പോയി. കാരണം ഈ പുതിയ നിയമത്തെയാണ് കൊടുക്കുന്നത്. അപ്പം ഈ ക്രൈസ്റ്റ് റെവലേഷൻ കിടക്കുന്നതുകൊണ്ട് പഴയ നിയമത്തിലെ ഈ ഇങ്ങനത്തെ കാര്യം, ഇപ്പം പഴയ നിയമം ഞാൻ പ്രസംഗിക്കാറുണ്ട് കേട്ടോ. ഒരു വർഷത്തിൽ ഒരു 5% മെസ്സേജ് പഴയ നിയമത്തിൽ നിന്നാണ്. പക്ഷേ പഴയ നിയമത്തിൽ പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ മൂടുപടം ഇട്ട പ്രസംഗമായി പോവും. റെവലേഷൻ ഇല്ല, ജനത്തിന് പ്രയോജനം ഇല്ല. കാരണം എന്നാ, പഴയ നിയമം പ്രസംഗിക്കുമ്പോഴൊക്കെയും ഒരു മൂടുപടം. പുതിയ നിയമം പ്രസംഗിക്കാൻ ഭയങ്കര പാടാണ്. ജനത്തിൽ എത്തിച്ചു കൊടുക്കാൻ ഭയങ്കര പാടാണ്. പഴയ നിയമം പ്രസംഗിക്കാൻ എന്ത് എളുപ്പം. അബ്രഹാമും യാക്കോബും അതുപോലെ മോശയും ദാവീദും ഉണ്ടെങ്കിൽ നമുക്ക് തകർക്കാം. എളുപ്പം. ജനം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എന്നറിയാമോ, ജനത്തിന്റെ ഇമോഷനെ, ഡെയിലി നീഡ്സിനെയാണ് അത് സ്പർശിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇത് ഡെയിലി നീഡല്ല, ഇത് ആത്മമണ്ഡലത്തെ സ്പർശിക്കേണ്ടതാണ്. അത് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ നീതീകരണം എന്ന സംഭവം ഞാൻ ഇന്നത്തോടെ നിർത്തിയിട്ട് ദൈവിക അധികാരം എന്നൊരു വിഷയത്തിലേക്ക് എനിക്ക് കയറണം. അപ്പൊ ഈ നീതീകരണം ഞാൻ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇച്ചിരി സ്പീഡിൽ ഞാൻ അങ്ങ് പോയത്. അപ്പോൾ ഈ നീതീകരണം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരണം നടക്കും, വിശുദ്ധീകരണം നടക്കും. നമ്മുടെ കഴിവല്ല, ദൈവമാണ് നീതീകരിക്കുന്നത്.
ദൈവമാണ് നീതി. ഇത് കൃപയാലാണ് ലഭ്യമായത്. ഈ ഡിവൈസിനകത്തിൽ ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് പകൽ ഇന്ന് സന്ധ്യയിൽ വിശ്വാസത്താൽ പറയണം, കർത്താവേ അങ്ങയുടെ രക്തത്താൽ എന്നെ നീതീകരിച്ചതിന് നന്ദി, വിശുദ്ധീകരിച്ചതിന് നന്ദി. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ഈ സംഭവിച്ച ഈ പ്രോസസ് എന്താണെന്നറിയാമോ? ആദമിൽ നിന്ന് ലഭ്യമായ നിത്യമായ പാപത്തിന്റെ റിസൾട്ടും അതിന്റെ അനന്തരമായ മരണവുമാണ് നമ്മിൽ നിന്ന് മാറിയത്. അപ്പൊ ഞങ്ങൾ ഈ പാസ്റ്ററെ ജഡത്തിന്റെ പ്രവർത്തനം ഇപ്പോഴും എന്നിലുണ്ട്. അതാണ് നമുക്ക് ഉറപ്പില്ലാത്തത്. ഈ സ്വർഗത്തിൽ പോലും ദേഷ്യപ്പെടരുതെന്ന് ഞാൻ ചിന്തിക്കും, പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടു പോകും. ചീത്ത പറയുന്നത് ചിന്തിക്കും, ഞാൻ പറഞ്ഞു പോകും. ഇങ്ങനെ ഓരോരോ ജഡത്തിന്റെ പ്രവർത്തികൾ, ദുഷ്ടചിന്തകൾ വരരുതെന്ന് ഞാൻ ചിന്തിക്കും, പക്ഷെ ദുഷ്ടചിന്തകൾ വന്നു. നാം ഈ ലോകത്ത് പാർക്കുന്നവരാണ്. എന്നോടിപ്പോ ചോദിക്കുക, പാസ്റ്ററെ ഈ ആഴ്ച പാപമൊന്നും ചെയ്തില്ല, എത്രയോ ചിന്തകളിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ ഓപ്പണായിട്ട് പറയാം. ഈ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ കാലൊരിക്കൽ കഴുകി, അല്ലേ? നമ്മൾ കാല് കഴുകൽ ശുശ്രൂഷ നമുക്കറിയാം. ആ സത്യത്തിൽ ഒരു ലീഡർഷിപ്പിന്റെ ഒരു സംഭവം കർത്താവ് കാണിച്ചു കൊടുത്തു. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ദാസനാകണം എന്നുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ കർത്താവ് ഈ പത്രോസിന്റെ അടുക്കൽ വന്ന് കാല് കഴുകുമ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ് ചെയ്യരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞതെന്നറിയോ? നീ ഈ കൂട്ടായ്മ ഇപ്പൊ ഞാൻ നിന്റെ കാല് കഴുകിയിൽ നിനക്ക് എന്നോട് പങ്കില്ല, ഓഹരിയില്ല. അപ്പൊ കർത്താവിനോട് പെട്ടെന്ന് പത്രോസ് പറഞ്ഞു, എന്നാ എന്നെയും കുളിപ്പിക്കും. ഞാൻ സിമ്പിളായിട്ട് പറയാം, ആ വാക്ക് എടുത്ത് വായിക്കാൻ സമയമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറയും, എന്നെ കുളിപ്പിക്കും, അപ്പൊ എന്നെ മുഴുവനും കഴുകുക. അപ്പൊ കർത്താവ് പറഞ്ഞു, കുളിച്ചിരിക്കുന്നവന് മുഴുവനും കഴുകേണ്ട ആവശ്യമില്ല. കർത്താവ് തന്നെ കാല് മാത്രം കഴുകി. ഇതിനകത്ത് മറ്റൊരു ആത്മീയ മർമ്മമുണ്ട്. നാം യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായാണ് ഈ പ്രോസസ്സിലായി ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള മെയിൻ കുളി, ബാത്തിങ്, ആത്മമണ്ഡലത്തിൽ നമ്മൾ പാടല്ല, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്താൽ. യെസ്, അങ്ങനെ ഒരു കുളി നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴേ നടന്നു. പക്ഷേ പാപം നിറഞ്ഞ ഈ ലോകത്ത്, പിശാച് വാഴുന്ന, ദൈവമായി വാഴുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ വീണ്ടെടുക്കപ്പെടാത്ത ഈ ജഡത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിൽ തെറ്റുകുറ്റങ്ങൾ അറിയാതെയും അറിഞ്ഞൊക്കെ സംഭവിക്കാം. രക്ഷിക്കപ്പെട്ട ശേഷം ഒരു പാപവും ചെയ്യാതെ സ്വർഗം വരെ വർഷങ്ങൾ ജീവിച്ച് എത്തുന്ന ഒരു മനുഷ്യനും ഇല്ല ഈ ഭൂമിയിൽ. അവിടെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റുപറഞ്ഞ് തമ്പുരാന്റെ രക്തത്തിൽ ആശ്രയിച്ച് കഴുകൽ പ്രാപിച്ച് ഓരോ ദിവസവും കർത്താവ് കുളിച്ചിരിക്കുന്നവന്റെ കാലേ കഴുകിയുള്ളൂ. കാരണം എന്നാ, അവനെ ആ വിധത്തിൽ അശുദ്ധി. ഈ പ്രോസസ്സ് മനസ്സിലായല്ലോ. നമ്മൾ ദൈവസനിൽ ഓരോ ദിവസവും ഏറ്റുപറഞ്ഞും കഴുകൽ ആ പ്രോസസ്സിങ് പ്രാപിച്ചും നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. ഈ കാൽ കഴുകലാണ് ഡേ ബൈ ഡേ നമ്മളിൽ നടക്കേണ്ടത്. മനസ്സിലായോ? കാരണം എന്നാ, നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നവരാ. പ്രശ്നമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല, എനിക്കുണ്ട് പ്രശ്നം. പക്ഷെ നമ്മുടെ ആത്മാവിൽ ദൈവം നീതീകരിച്ച് വിശുദ്ധീകരിച്ച് സ്വർഗീയ പ്രവേശനത്തിന് റെഡിയാക്കി ഞാൻ എന്ന ആത്മമനുഷ്യനെ നിർത്തിയിരിക്കുക. അപ്പോഴാണ് എന്നിലൂടെ ജഡമനുഷ്യൻ ഇവിടെ ചില പൊരുത്തക്കേട് കാണിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഡേ ബൈ ഡേ ഈ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇത് കർത്താവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച്. കാരണം എന്നാ, നമ്മൾ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുവിൻ്റെ രക്തം എനിക്കുണ്ട് എന്നുള്ള ഉറപ്പോടെ. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്.
അബദ്ധവശാൽ എന്നിൽ സംഭവിച്ചു പോയി. എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത കോപം വന്നുപോയി. ഞാൻ എൻ്റെ പാസ്റ്ററോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുവിശ്വാസി, എൻ്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിലൊക്കെ ആയിപ്പോയി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധം തരും, പാപബോധം തരും. നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിനെ ക്ലിയറായി അപ്ഡേറ്റ് ചെയ്ത് പോകണം. 2, നിങ്ങൾ ദൈവത്തോട് പറയും, കർത്താവ് എനിക്ക് ഇന്ന ബലഹീനതയുണ്ട്, എനിക്ക് അതിനെ ജയിക്കണം. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയിൽ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ നിത്യത നിങ്ങൾക്കൊരിക്കലും അങ്ങനെ നഷ്ടമാകത്തില്ല. എങ്ങനെയാ ഒരാളുടെ നിത്യത നഷ്ടമാകുന്നതെന്നറിയോ? അവനവൻ വേണ്ടെന്ന് വെക്കുന്ന എബ്രാലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ പിന്മാറിപ്പോന്ന് പറഞ്ഞാൽ എന്താ? യേശുവിന്റെ രക്തം മലിനമെന്നെണ്ണി കർത്താവിന്റെ നാമത്തെ തള്ളിക്കളഞ്ഞു പോകുന്നവനാ, അന്യാരാധനയിലേക്ക് പോകുന്നവനാ. ഇനി എനിക്ക് യേശുവിനെ വേണ്ട, യേശുവിന്റെ രക്തവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നതിന് കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? അതാ പിന്മാറ്റക്കാരൻ. ദൈവമക്കളെ, ഡേ ബൈ ഡേ യേശു കർത്താവ് പത്രോസിന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയവർ. നമ്മൾ ഓൾറെഡി കുളിച്ചിരിക്കുകയാണ്, കുഞ്ഞാടൻ രക്തത്താൽ കുളിച്ചിരിക്കുകയാണ്, നീതിയുടെ വസ്ത്രം വിശുദ്ധിയുടെ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുകയാണ്. പക്ഷെ ഡേ ബൈ ഡേ പ്രോസസ്സിൽ നമ്മളെല്ലാവരും കുഴയ്ക്കുന്ന പ്രശ്നം ഇതാ, കർത്താവേ ഞാൻ പാസ്റ്റർ പറയുന്നു ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു നീതീകരി, പക്ഷെ ഞാൻ ഇന്നും കൂടെ കോപിച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് കയറിയിരിക്കുന്നത്. കുഞ്ഞെ, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് അതിനെ ജയിക്കാനുള്ള കൃപയെ നീ സ്വീകരിക്കും. കർത്താവിനോട്, കർത്താവേ ആ കോപം നിമിത്തം ഞാൻ കോപിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾക്ക്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടസഹോദരർക്ക് എനിക്ക് വിഷമമുണ്ട്, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് നമ്മൾ ഡേ ബൈ ഡേ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ ജയം പ്രാപിച്ച് ശുദ്ധി പ്രാപിച്ച് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ ഒരിക്കലും നിത്യതയിൽ നിന്ന് നിങ്ങൾ തള്ളപ്പെട്ടു പോകുന്നവരല്ല. നിങ്ങൾ നീതീകരണത്തിന്റെ ഉറപ്പ് നിങ്ങൾ പ്രാപിക്കുക. നിങ്ങൾക്കറിയാമോ, 90% വിശ്വാസികൾ മരണഭയത്തിൽ. സമയം തീർന്ന് എനിക്കറിയാം, ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തുക. മരണഭയത്തിൽ. എന്താ കാരണം എന്നറിയാമോ? ഞാൻ പാപിയാണ്, ദൈവം ഞാൻ മരിച്ച സ്വർഗത്തിൽ പോകും. എൻ്റെ ഈ മെസ്സേജ് കേട്ടിട്ട് ഒരുപാട് പേർ ആത്മാവിൽ ധൈര്യപ്പെട്ട് എനിക്ക് ഉറപ്പ് തന്നെ, പ്രത്യേകിച്ച് പ്രായമൊക്കെ ഉള്ളവർ, പാസ്റ്ററെ ഞങ്ങൾക്ക് ഒരു വലിയ പ്രയാസമായിരുന്നു ഞാൻ സ്വർഗത്തിൽ പോകുന്നുള്ളത്. കാരണം വിശുദ്ധന്മാരെ ചേർക്കാൻ ഞാൻ വിശുദ്ധനാണ് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പോഴാണ് ഈ മെസ്സേജിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലായത്. ഇന്ന് ഈ ചൂടാമാന പറയുന്നവരും 40 ഉപവസിക്കുന്നവർക്ക് ഇന്നും ഉറപ്പില്ല സ്വർഗത്തിൽ പോകും. കാരണം എന്നാ? ഇങ്ങനെ വചനത്തെ ക്ലിയറായിട്ട് അവരുടെ ഉള്ളിൽ കിട്ടുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെല്ലാം നിത്യതയുടെ അവകാശികളാണ്, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികൾ തന്നെയാണ്. നിങ്ങൾ നിത്യതയിൽ എത്തുക തന്നെ ചെയ്യും. നിങ്ങളെ ദൈവമാണ് വിശുദ്ധീകരിച്ചത്. പിശാചിനെ ക്ലെയിം ചെയ്യാൻ ഇടവില്ല. ഞാൻ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ടതാണ്, പിശാചിനെ ക്ലെയിം ചെയ്യാമായിരുന്നു. യോശുവ എന്ന പുരോഹിതന്റെ അടുക്കൽ പിശാചിനെ കണ്ടിട്ട് പറഞ്ഞത് അവന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. പുരോഹിതൻ ഒന്നും ചെയ്യാനില്ല. ദൂതൻ വന്നിട്ടാണ് സ്വർഗത്തിൽ നിന്നൊരു തീ ഇത് കൊണ്ടുവന്നിട്ടാണ് ശുദ്ധീകരിക്കുന്നത്. കാരണം എന്നാ? പിശാചിന് ഇങ്ങനൊരു ക്ലെയിം കൊടുക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ പിശാചിന് ക്ലെയിം കൊടുക്കാതെ വേണം എന്നെ വിശുദ്ധീകരിക്കുന്നത് എൻ്റെ ദൈവമാണ്. വിശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത് യേശുവിന്റെ രക്തമാണ്. ഇത് കൃപയാൽ എന്നിൽ സംഭവിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. യേശുവിന്റെ രക്തത്തിൽ നിന്ന് ഈ ഉറപ്പ് നിങ്ങൾക്ക് വേണം. പിന്നെ നിങ്ങൾക്കൊരു മരണഭയം ഉണ്ടാകത്തില്ല.
യേശുവിന്റെ വരം അടുത്തു തരുമ്പോൾ നിന്റെ ഉള്ളം കത്തും. എന്നാന്നറിയാമോ? നിന്നിലുള്ള വിശുദ്ധിയുടെ ആത്മാവ് ഈ കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആനന്ദം കൊണ്ട് തുള്ളും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, വചനത്തിലില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. എല്ലാം വചനം വായിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്, സ്വർഗീയ ഓഹരിയുടെ അവകാശികളാണ്. ആ ഉറപ്പിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. അടുത്തയാഴ്ച ദൈവം അതിന്റെ അടുത്ത ദൈവിക അധികാരം എന്നൊരു പാർട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താഴ്വരയിൽ അനിനീർ പുഷ്പം ശാരോനിലവൻ, താമരയുമേ താഴ്വരയിൽ വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ, മാ സൗന്ദര്യ സമ്പൂർണനേ വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ, മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. അകന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ, അകന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. വഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ, വഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടനായെന്നുരച്ചവനെ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടനായെന്നുരച്ചവനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുഹിതമിക തികച്ചിടുവാ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ, തിരുഹിതമിക തികച്ചിടുവാ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയെ തികച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ, എന്റെ വേലയെ തികച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മകന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ, മകന്ന നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. വഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ,
വഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയരേ ജീവകാലം ഈ മറുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ പാടിടുമേ. തിരുഹിതമിക തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമിക തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയെ തികച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. എന്റെ വേലയെ തികച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മറുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വഴിയൊരുക്കും അവൻ ആഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതും അവൻ നല്ലയോഹരി. നിനക്കാ കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കാ കരുതും അവൻ നല്ലയോഹരി. നിനക്കാ കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കാ കരുതും അവൻ നല്ലയോഹരി. നിനക്കാ കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു
കണ്ണുനീരവൻ തുടയ്ക്കും. അമ്മേ കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി, നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആമേ കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആമേ കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക്